ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പോൾ യഹൂദിയിലെ ബേത്ലഹേമിലുള്ള എലീമേലെക്ക് എന്ന പുരുഷൻ മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. ആ പുരുഷൻ്റെ ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മിഗ്ലോൻ എന്നും കില്യോൻ എന്നും പേർ ആയിരുന്നു. അവർ യഹൂദിയയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം നവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചു. 2 പുത്രന്മാരും നവോമിയും ശേഷിച്ചു. പുത്രന്മാർ മോവാബിയ സ്ത്രീകളായ ഓർപ്പയെയും രൂത്തിനെയും വിവാഹം കഴിച്ചു. ഏകദേശം 10 വർഷത്തോളം അവിടെ താമസിച്ചു. എന്നാൽ ഭർത്താവ് മരിച്ചു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നവോമിയുടെ 2 പുത്രന്മാരും മരിച്ചു. നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. തൻ്റെ ഈ അവസ്ഥയിൽ മരുമകളെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് കരുതിയായിരുന്നു നവോമി ഇത് പറഞ്ഞത്. എന്നാൽ ഓർപ്പയും രൂത്തും അവളെ വിട്ടുപോകുവാൻ തയ്യാറായില്ല. ഇരുവരും ഒരേ സ്വരത്തിൽ നവോമിയോട്, ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോകുന്നു. എന്നാൽ നവോമി വീണ്ടും അവരോട്, തനിക്ക് മക്കളില്ലാതെയാലും യഹോവയുടെ കൈ തനിക്ക് വിരോധമാകയാലും നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ എന്നവരെ ഏറെ നിർബന്ധിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്ത് അവളോട് പറ്റിനിന്നു. നവോമി രൂത്തിനെയും തന്നെ വിട്ടു പോകുവാൻ നിർബന്ധിച്ചു. എന്നാൽ രൂത്ത് അവളോട്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. ഇത് അവളുടെ ഉറച്ച തീരുമാനമാണെന്ന് മനസ്സിലാക്കിയ നവോമി പിന്നെ അവളെ നിർബന്ധിച്ചില്ല. പിന്നെ അവർ ഒന്നിച്ച് യാത്ര തുടർന്നു. ബേത്ലഹേം വരെ എത്തി. മോവാബിൽ നിന്നും മടങ്ങി വന്ന നവോമിയോടൊപ്പം മോവാബിയ സ്ത്രീയും തൻ്റെ മരുമകളുമായ രൂത്തും ഉണ്ടായിരുന്നു. അവർ മടങ്ങി വന്നത് ബേത്ലഹേമിലെ യവക്കൊയ്ത്തിൻ്റെ നാളിലായിരുന്നു.